ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നീരാഞ്ജന. ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാം കാണിച്ചു തരാം. നമുക്കിതിലേക്ക് ആകെ ആവശ്യമുള്ളത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ 2 നമ്മൾ ആയുർവേദശാലയിൽ നിന്ന് വാങ്ങിക്കണം. ബാക്കിയൊന്നും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും. ആ ലിപ് ബാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വളരെ ചിലവ് കുറവാണ്. നമുക്ക് അതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങിയത് ആയുർവേദശാലയിൽ നിന്നാണ്. ഇത് ഒരുവിധം എല്ലാ ആയുർവേദശാലയിലും അവൈലബിൾ ആണ്. ആ 2 ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വെമ്പലപ്പട്ട, ഒന്ന് ബി വാക്സ്. ഞാൻ രണ്ടിന്റെയും പിക്ചർ സൈഡിൽ കൊടുക്കാം. വെമ്പലപ്പട്ട നമുക്ക് അത്രയ്ക്ക് പരിചയമാവാൻ വഴിയില്ല, പക്ഷെ ബി വാക്സ് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെമ്പലപ്പട്ട ഒരു 20 ഗ്രാമൊക്കെ വെച്ച് നിങ്ങൾ വാങ്ങിയാൽ മതി. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ വളരെ ചെറിയ എമൗണ്ടിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ അത്രയും സാധനങ്ങൾ വേസ്റ്റ് ആകും. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് വളരെ വളരെ ചെറിയ എമൗണ്ടിനാണ്. 50 രൂപയ്ക്കാണ് ഇത് രണ്ടും കൂടെ ഞാൻ വാങ്ങിയത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെമ്പലപ്പട്ട എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വെളിച്ചെണ്ണയിൽ, സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന വെളിച്ചെണ്ണയില്ലേ, ആ കുക്ക് ചെയ്യുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വെമ്പലപ്പട്ട ഇട്ട് വെക്കുക. ഇട്ട് വെച്ച് നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതുപോലത്തെ കളറായിട്ടുണ്ടാവും വെളിച്ചെണ്ണയ്ക്ക്. ആ വെമ്പലപ്പട്ടയാണ് വെളിച്ചെണ്ണയ്ക്ക് ഈ കളർ കൊടുക്കണത് തന്നെ. ഇതുപോലത്തെ കളറായിട്ടുണ്ടാകും. എന്നിട്ട് ആ വെമ്പലപ്പട്ട ഇട്ട് വെച്ച വെളിച്ചെണ്ണ ഒരു 3 ഡേയ്സ് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ നല്ലോണം കളർ പിടിക്കും. 3 ഡേയ്സ് ഇരുന്നില്ലെങ്കിൽ 2 ഡേയ്സ് ഇരുന്നോട്ടെ. എന്നിട്ട് ആ വെളിച്ചെണ്ണ നിങ്ങൾ ഈ വെമ്പലപ്പട്ട ഇല്ലാണ്ട് അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെമ്പലപ്പട്ട ഇട്ട് വെച്ച വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, ആ വെളിച്ചെണ്ണ വെമ്പലപ്പട്ട ഒന്നും ഇല്ലാണ്ട് അരിച്ച് വേറൊരു പാത്രത്തിലേക്കോ ഏതെങ്കിലും ബോക്സിലേക്കോ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബി വാക്സ് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കണം. അപ്പൊ തന്നെ നമ്മൾ ഏത് ബോക്സിലേക്കാണ് നമ്മൾ ലിപ് ബാം ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോക്സിലേക്ക് ഇത് ഒഴിക്കണം. കാരണം ഇത് പെട്ടെന്ന് സെറ്റ് ആകും. നമ്മൾ ഈ ബി വാക്സ് ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റ് ആയി പോകും. അങ്ങനെ സെറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വേറെ ഒരു ബോക്സിലേക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടും കൂടെ നമ്മൾ മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഏത് ബോക്സിലേക്കാണോ നിങ്ങൾ ആക്കി വെക്കാൻ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ടാകും. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഞാൻ എൻ്റെ ഫേസിൽ തന്നെ ഇട്ട് കാണിച്ചു തരാം. കയ്യിലൊന്നും ഞാൻ ഇട്ട് കാണിച്ചു തരുന്നില്ല. കാരണം നിങ്ങൾ വിചാരിക്കില്ലേ എൻ്റെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യണത്. നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു സാധനമാണെങ്കിൽ നമുക്ക് ഫേസിൽ തന്നെ ഇട്ട് കാണിക്കാമല്ലോ. ഞാൻ ഫേസിൽ തന്നെ ഇട്ട് കാണിക്കാം. ഇങ്ങനെ ഉണ്ടാവുക. നല്ല നല്ല കളറാണ്. നമുക്ക് വേണമെങ്കിൽ ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കും. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറിന്റെ അടുത്തായിട്ടാണ് ഇത് ഉപയോഗിക്കണത്. എനിക്ക് ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, വളരെ നല്ലതാണ്. കാരണം വെളിച്ചെണ്ണയും ബി വാക്സും ഒക്കെയാണ് നമ്മുടെ ലിപ്സിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് മാറാനായിട്ട് നല്ലതാണ്. അത് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറും. ഞാൻ എപ്പോഴും ഈ ഒരു ലിപ് ബാം ഇട്ടതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഇടാറുള്ളൂ. ഡയറക്റ്റ് ലിപ്സ്റ്റിക് ഞാൻ ഇടാറില്ല. എപ്പോഴും ഞാൻ ഇത് ഇട്ടതിന് ശേഷമാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറ്. നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കൂ. വളരെയധികം നല്ലതാണ്. നമുക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, രാത്രി നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ഇട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിലെ ഡ്രൈനെസ് ഒക്കെ മാറി ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്